ലോകം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കലെന്ന് ഹമാസ് ഉന്നത നേതാവിന്റെ വെളിപ്പെടുത്തൽ. സയണിസ്റ്റുകളും ക്രൈസ്തവരും ഉൾപ്പെടെയുള്ളവർ ഇല്ലാത്ത പുതിയ ലോകക്രമമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ഹമാസ് തീവ്രവാദ സംഘടനയുടെ ബുദ്ധികേന്ദ്രമായി അറിയപ്പെടുന്ന മഹ്മൂദ് അൽ സഹറിന്റെ പ്രഖ്യാപനം. ലോകത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിലെ അപകടകാരികളെന്ന് വിശേഷിപ്പിക്കുന്ന ഹമാസിനെ പിന്തുണച്ച് കോൺഗ്രസും CPM-ഉം രംഗത്ത് വന്നത് ഈ നിലപാടുകളോട് യോജിച്ചുകൊണ്ടാണോ എന്നുള്ള ഗൗരവതരമായ ചോദ്യമാണ് ഇതോടെ ഇസ്ലാമേതര മതവിശ്വാസികളും മതേതര നിലപാട് പുലർത്തുന്നവരും ഉന്നയിക്കുന്നത്. 2022 ഡിസംബറിൽ മെമ്മറി ടിവിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു 78-കാരനായ മഹ്മൂദ് അൽ സഹറിന്റെ വെളിപ്പെടുത്തൽ. ഹമാസ് തീവ്രവാദ സംഘടനയുടെ സഹസ്ഥാപകനും 2006-ലെ ഹമാസ് സ്വാധീനത്തിൽ രൂപീകൃതമായ പലസ്തീൻ അതോറിറ്റി സർക്കാരിൽ വിദേശകാര്യമന്ത്രിയുമായി പ്രവർത്തിച്ച ഹമാസിന്റെ ഉന്നത നേതാവാണ് മഹ്മൂദ് അൽ സഹർ. തങ്ങൾ ലക്ഷ്യമിടുന്നത് കേവലം ഇസ്രായേൽ മാത്രമല്ലെന്നും ഇസ്രായേലിനപ്പുറം ലോകത്തെ നിയന്ത്രിക്കാനാണ് തങ്ങൾ വിഭാവനം ചെയ്യുന്നതെന്നും മഹ്മൂദ് അൽ സഹർ വ്യക്തമാക്കി. 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഭൂമിയിൽ സയണിസവും ക്രൈസ്തവരുമില്ലാത്ത സംവിധാനമാണ് ഹമാസ് ലക്ഷ്യമിടുന്നതെന്നുമായിരുന്നു മഹ്മൂദ് അൽ സഹർ വെളിപ്പെടുത്തിയത്. عندما قال زوى الله تعالى لي الدنيا وفي لفظ آخر الأرض فرأيت مشارقها ومغاربها وأن ملك أمتي سيبلغ ما زوي لي منها إنه 510 مليون كيلومتر مربع وهي مساحة كل أرضية سوف تعيش حالة لا ظلم فيها ولا قهر فيها ولا خيانة ولا مسيحية غادرة. ഇസ്രായേലിനെ ഇല്ലാതാക്കാനുള്ള ഹമാസിന്റെ അപ്രതീക്ഷിത നീക്കത്തിന് ലോകം സാക്ഷ്യം വഹിച്ചതോടെയാണ് ഈ വെളിപ്പെടുത്തലും ഗൗരവമായി ചർച്ചയായിരിക്കുന്നത്. IS തീവ്രവാദികൾ നടത്തിയ ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണമാണ് ഹമാസിന്റെ ലക്ഷ്യമെന്ന വിലയിരുത്തലാണ് ലോകം ഈ നീക്കത്തെ കണക്കാക്കുന്നത്. ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക ഭരണക്രമം ലക്ഷ്യമിടുന്ന ഹമാസിനെ പിന്തുണച്ച് കോൺഗ്രസും CPM-ഉം രംഗത്ത് വന്നതിനെ ഏറെ ആശങ്കയോടെയാണ് മറ്റു മതസ്ഥരായ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും വീക്ഷിക്കുന്നത്. വോട്ടുകൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടികളായി CPM-ഉം കോൺഗ്രസും തരം താഴ്ന്നുവോ, അതോ തീവ്ര നിലപാടുകാർക്കൊപ്പമാണോ ഈ പാർട്ടികൾ എന്നുമുള്ള ചോദ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. പലസ്തീൻ ജനതയ്ക്കെന്ന പേരിൽ നേരത്തെ മനുഷ്യമതിൽ തീർത്തും ബക്കറ്റ് പിരിവെടുത്തും ഹമാസിനെ സഹായിച്ചത് ഇത്തരമൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ മറ്റു മതസ്ഥരില്ലാത്ത ലോക ഇസ്ലാമിക ഭരണത്തിനു വേണ്ടിയായിരുന്നു എന്ന തിരിച്ചറിവിന്റെ ഞെട്ടലിലാണ് പലരും.